ബഹിരാകാശ നിലയവുമായുള്ള ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ കവാടം അടച്ചിരിക്കുന്നു. സുനിതയും സംഘവും ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ സഹയാത്രികരോടും ബഹിരാകാശ നിലയത്തോടും യാത്ര പറഞ്ഞ് ക്രൂ 9 അംഗങ്ങൾ. ഹാച്ചിങ് ക്ലോഷർ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 10:30 സംഘം പുറപ്പെടുക. മനീഷ് ഐഷ മാത്യുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട്. മനീഷ്, അപ്പോൾ ഇനിയിപ്പോ ഡോക്കിംഗ് കൂടി കഴിയുവാണെങ്കിൽ സംഘം പുറപ്പെടും അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, ഇപ്പോൾ നിലവിൽ ഭൂമിയിലേക്ക് പുറപ്പെടേണ്ട ക്രൂ 9-ലെ 4-അംഗ സംഘം, അതായത് സുനിത വില്യംസ്, അതുപോലെ തന്നെ വിസ്മോറും നിഖേഗും അതുപോലെ അലക്സാണ്ടറും അടങ്ങുന്ന 4-അംഗ സംഘം നിലവിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇവരും, അതായത് നിലവിലിപ്പോൾ ഈ ക്രൂ 9 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ്, ഫിസിക്കലായിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടിക്രമം. അത് ഏകദേശം ഇന്ത്യ സമയം 10:15 തന്നെ ആരംഭിക്കും. ഏകദേശം 15 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വേർപെടുത്തൽ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സംഘവുമായിട്ടുള്ള യാത്ര, ഡ്രാഗൺ പേടകം ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ സുനിത വില്യംസും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തോട് യാത്ര പറഞ്ഞ് ഫ്രീഡം പേടകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാച്ചിങ് ക്ലോഷർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതായത് ഈ പേടകത്തിൽ നിന്നുള്ള കവാടം, അതായത് ഈ ക്രൂ 9 പേടകത്തിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് കയറുന്ന ഒരു കവാടം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതായത് ക്രൂ 10 സംഘം ഒരു കവാടത്തിലൂടെ പ്രവേശിക്കുന്നത്. ആ കവാടം ഈ ക്രൂ 9 ഉണ്ട്. ആ കവാടമാണ് നിലവിൽ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഈ ബഹിരാകാശ നിലയവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, അതായത് ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമാണ് ഇത്. അതായത് ഈ പേടകം ഇനി ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇനി വിട്ടുമാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കഴിയുക. അതിനുള്ള പ്രക്രിയകൾ അല്പസമയം അകം തന്നെ ആരംഭിക്കും. അതിനു മുമ്പ് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് അവസാനത്തോടുകൂടി തന്നെ ഇന്ത്യൻ സമയം ഏകദേശം 10:15 തന്നെ ഈ പ്രക്രിയ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നാസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കും. 15 മിനിറ്റ് കൊണ്ട് പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 287 ദിവസങ്ങളുടെ ബഹിരാകാശ നിലയത്തിലെ യാത്രയ്ക്ക് ശേഷം വിസ്മോറും അതുപോലെ തന്നെ സുനിത വില്യംസും സുനിത വില്യംസും ഭൂമിയിലേക്ക് മടങ്ങും. അങ്ങനെയെങ്കിൽ ഏകദേശം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 തന്നെ അവർക്ക് ഭൂമിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ 3:30 മുമ്പ് തന്നെ എത്താൻ കഴിഞ്ഞേക്കും. 3 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭൂമിയിലേക്ക് ഈ സംഘം എത്തും. 287 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സംഘത്തിന് നാട്ടിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങി എത്താൻ കഴിയുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാർലൈൻ പേടകത്തിൽ ഒരു 8 ദിവസത്തെ ദൗത്യത്തിനകത്ത് പോയതായിരുന്നു സുനിതയും അതുപോലെ തന്നെ വിൽമോറും. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സ്റ്റാർലൈനറിൻ്റെ പേടകത്തിൻ്റെ തകരാറുകൾ മൂലം അവർക്ക് മടങ്ങിയെത്താൻ കഴിയാതിരിക്കുകയും തുടർന്ന് നാസ അവരെ ക്രൂ 9 സംഘത്തിന് ഭാഗമാക്കുകയും അതിനുശേഷം ആ ഒരു ചേഞ്ച് ഉണ്ടാവും. ക്രൂ 9 നിന്ന് ക്രൂ 10 വരുന്ന ഒരു ചേഞ്ച്, ആ ചേഞ്ചിൽ നിന്ന് ഇപ്പോൾ ഈ 4-അംഗ സംഘം ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. ശ്രീധലക്ഷ്മി. ഓക്കെ മനീഷ്, അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഒരു ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ കാഴ്ചയ്ക്ക് ഇനി അധിക സമയമില്ല. നമ്മുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും അല്പസമയത്തിനകം തന്നെ ഭൂമിയിലേക്ക് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു മനീഷ് ഐഷ മാത്യു.